സുഖോയ് 57 ഒരു അത്യാധുനിക റഷ്യൻ ഫൈറ്റർ ജെറ്റാണ്. ഇന്ത്യയുടെ കൂടെ ചേർന്ന് സംയുക്തമായി ഈ വിമാനം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ റഷ്യ ആരാഞ്ഞിട്ടുണ്ട്. നിലവിൽ ഏറ്റവും മികച്ച പോർ വിമാനങ്ങളിൽ ഒന്നായി സുഖോയ് 57 കണക്കാക്കപ്പെടുന്നു. റഷ്യൻ വ്യോമസേനയിൽ 2020 ഈ വിമാനം ഉൾപ്പെടുത്തി. 1500 കിലോമീറ്റർ വരെ ദൂരം ആക്രമിക്കാൻ ഇതിന് കഴിയും. കൂടാതെ 10 ടൺ വരെ ഭാരം വഹിക്കാനും സാധിക്കും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ വിമാനം നൽകാമെന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ സംയുക്ത ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കുന്നതിനും സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ സുഖോയ് 57 ഇന്ത്യയിൽ എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇന്ത്യക്ക് 5ാം തലമുറ യുദ്ധവിമാനം ലഭിക്കുന്നതിന് സാങ്കേതികവിദ്യ മാത്രമല്ല, തന്ത്രവും ഭൗമരാഷ്ട്രീയവും കൂടി ആവശ്യമാണ്. ഹ്രസ്വകാല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് ഇന്ത്യ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്ന് ജൂലൈ 5 ശനിയാഴ്ച ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി RK സിംഗ് സൂചിപ്പിച്ചു. സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാങ്ങൽ ഒരു തന്ത്രപരമായ ഓപ്ഷനായി കാണുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ സെക്രട്ടറിയുടെ ഈ പ്രസ്താവന വളരെ പ്രധാനമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഇന്ത്യ ഏത് വിമാനം വാങ്ങും? ഇന്ത്യ സ്വന്തമായി തദ്ദേശീയമായി നിർമ്മിക്കുന്ന 5ാം തലമുറ AMCA അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഇത് നിർമ്മിച്ച് ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്താൻ കുറഞ്ഞത് 8 മുതൽ 10 വർഷം വരെ എടുക്കും. പ്രതിരോധ സെക്രട്ടറി ഒരു രാജ്യത്തിൻ്റെയും പേര് പറഞ്ഞില്ലെങ്കിലും അമേരിക്ക F-35 വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. റഷ്യ ഇന്ത്യക്ക് സുഖോയ് 57 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും പേരുകൾ പറയാതെ തന്നെ സൂചിപ്പിച്ചു. ഇന്ത്യ നിലവിൽ റഷ്യൻ സുഖോയ് 57നെയാണോ അതോ അമേരിക്കൻ F-35നെയാണോ ലക്ഷ്യമിടുന്നതെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായിട്ടാണ് സുഖോയ് 57 സ്റ്റെൽത്ത് യുദ്ധവിമാനത്തെ മോസ്കോ കണക്കാക്കുന്നത്. സൂപ്പർസോണിക് വേഗത, അഡ്വാൻസ്ഡ് ഏവിയോണിക്സ്, ഇലക്ട്രോണിക് യുദ്ധശേഷികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഡബിൾ എൻജിൻ മൾട്ടി റോൾ സ്റ്റെൽത്ത് ജെറ്റാണ് സുഖോയ് 57. ഇന്ത്യ മുമ്പ് ഈ ജെറ്റിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില സാങ്കേതിക പങ്കാളിത്ത തർക്കങ്ങൾ കാരണം ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. വ്ളാഡിമിർ പുടിൻ എപ്പോഴാണ് ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നത്? എല്ലാ വർഷവും നടക്കുന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം സെപ്റ്റംബറിൽ ഡൽഹി സന്ദർശിക്കും. AMCA പറക്കാൻ തയ്യാറാകുന്നതുവരെ, അതായത് ഇന്ത്യയുടെ സ്വന്തം അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റായ AMCA പറക്കാൻ തയ്യാറാകുന്നതുവരെ ചൈനയുടെയും പാകിസ്ഥാന്റെയും വളർന്നു വരുന്ന വ്യോമശക്തിയെ സന്തുലിതമാക്കുന്നതിന് ഒരു അടിയന്തര ഇടക്കാല പരിഹാരം ആവശ്യമാണെന്ന് പല പ്രതിരോധ വിദഗ്ധരും വിശ്വസിക്കുന്നു. സുഖോയ് 57 പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യക്ക് ഈ ഇടക്കാല മുൻതൂക്കം നൽകും. പ്രത്യേകിച്ച് റഷ്യ അതിൻ്റെ സാങ്കേതികവിദ്യ കൈമാറ്റത്തിലോ മെയ്ക്ക് ഇൻ ഇന്ത്യ വ്യവസ്ഥകളിലോ വഴക്കം കാണിക്കുകയാണെങ്കിൽ സുഖോയ് 57 യുദ്ധവിമാനങ്ങളുടെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാനും സോഴ്സ് കോഡ് കൈമാറാനും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സുഖോയ് 57 വാങ്ങിയാൽ ഇന്ത്യയുടെ AMCA പ്രോഗ്രാമിൽ സാങ്കേതിക സഹായം നൽകുമെന്നും റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ F-35 യുദ്ധവിമാനങ്ങൾക്ക് ബദലായി റഷ്യ വികസിപ്പിച്ചതാണ് ഇരട്ട എഞ്ചിനുള്ള സുഖോയ് 57. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് 5ാം തലമുറ യുദ്ധവിമാനം തിരഞ്ഞെടുക്കുന്നതിന് സാങ്കേതിക വിദ്യയുടെ മാത്രമല്ല, തന്ത്രത്തിൻ്റെയും ഭൗമരാഷ്ട്രീയത്തിൻ്റെയും കൂടി പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനുമായുള്ള തർക്കങ്ങളും സംഘർഷങ്ങളുമൊക്കെ നിലനിന്നു പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിർണായകമായൊരു വാഗ്ദാനമാണ് റഷ്യ നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. സുഖോയ് 57ന്റെ സോഴ്സ് കോഡ് മുഴുവൻ ലഭിച്ചാൽ ആ വിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്താനും മെയിൻ്റനൻസ് എല്ലാം സ്വന്തം നിലയ്ക്ക് നടത്താനും ഭാരതത്തിനാകും. നിലവിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ വിമാനം വാങ്ങുന്ന ഒരു രാജ്യത്തിനും ഈ മുഴുവൻ സോഴ്സ് കോഡും നൽകാറില്ല. F-35 യുദ്ധവിമാനത്തിൻ്റെ സോഴ്സ് കോഡ് അമേരിക്കയുടെ ഒരു സഖ്യശക്തികൾക്കും കൈമാറാൻ അവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ F-35നേക്കാളും Su-57 വാങ്ങുന്ന കാര്യത്തിലാണ് ഇന്ത്യക്ക് കൂടുതൽ താല്പര്യമുള്ളത് എന്നാണ്
അറിയാൻ കഴിയുന്നത്. റഷ്യ Su-35 സോഴ്സ് കോഡ് മുഴുവൻ കൈമാറാൻ തയ്യാറാണ്. ഫ്ലൈറ്റ് കൺട്രോൾ, റഡാർ, ആയുധങ്ങളുടെ സംയോജനം തുടങ്ങിയ വിമാനത്തിൻ്റെ നിർണായക സംവിധാനങ്ങളുടേതുൾപ്പെടെയുള്ള സോഫ്റ്റ്വെയറും ടെക്നിക്കൽ വിവരങ്ങളടക്കമുള്ള സോഴ്സ് കോഡ് കൈമാറാനാണ് റഷ്യ തയ്യാറായിരിക്കുന്നത്. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള Su-57 റഡാറിൻ്റെ കണ്ണിൽപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ. അതിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന Sh-121 റഡാർ സംവിധാനങ്ങളുണ്ട്. ഇന്ത്യ പരമ്പരാഗതമായി തന്നെ റഷ്യയുടെ പ്രതിരോധ പങ്കാളിയാണ്. പ്രതിരോധ രംഗത്തെ ഉപകരണങ്ങൾ പലതും, ഹാർഡ്വെയറുകൾ പലതും ഇന്ത്യ റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ട്രയംഫ്, സുഹോയ് 30 MKI എന്നിവയെല്ലാം റഷ്യയിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. അങ്ങനെ എക്കാലത്തും വിശ്വസിക്കാവുന്ന ഒരു പ്രതിരോധ പങ്കാളിയാണ് റഷ്യ. ഇപ്പോൾ അവർ സുഹോയ് 57 സോഴ്സ് കോഡ് മുഴുവൻ കൈമാറാമെന്നും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വിദേശ ആശ്രിതത്വം കുറയ്ക്കാൻ കഴിയുന്ന സുഹോയ് 57 ആണോ അതോ അമേരിക്കയുടെ അത്യന്താധുനിക യുദ്ധവിമാനമായ F-35 ഇന്ത്യ താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന് ഇനി അറിയേണ്ടതുണ്ട്. എന്തൊക്കെയായാലും പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് 5ാം തലമുറ യുദ്ധവിമാനം തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ മാത്രമല്ല തന്ത്രത്തിൻ്റെയും ഭൗമരാഷ്ട്രീയത്തിൻ്റെയും കൂടി പ്രശ്നമായി മാറിയിരിക്കുന്നു. അത് പറയാൻ കാരണവുമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് ഇന്ത്യയുടെ മേൽ അധിക താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയെ മാത്രമല്ല ചൈനയും. റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. ഒരു കണക്കിന് ഇത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ അസംസ്കൃത എണ്ണ ഇന്ത്യയും ചൈനയും വാങ്ങിക്കൂട്ടുന്നത്. ഇത്തരത്തിൽ റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം അല്ലെങ്കിൽ റഷ്യ നടത്തുന്ന യുദ്ധങ്ങൾക്ക്, ഉക്രൈനുമായുള്ള യുദ്ധങ്ങൾക്കൊക്കെ റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം എണ്ണ വാങ്ങിയെങ്കിലും നൽകുന്നത് ഇന്ത്യയും ചൈനയുമാണെന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. എന്തൊക്കെ പറഞ്ഞാലും സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ ഇന്നുവരെയും ഇന്ത്യക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രതിരോധ പങ്കാളിയാണ് റഷ്യ. പാശ്ചാത്യ ശക്തികളെക്കാൾ എത്രയോ കൂടുതൽ വൈകാരികമായ ഒരു ബന്ധം ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയ്ക്കുണ്ട്.